ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സങ്കീർത്തനം 25 സങ്കീർത്തനം 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. ഏകാകിയാണ് ഞാൻ വളരെ അരിഷ്ടതയിലാണ്, വളരെ കഷ്ടപ്പാടിലാണ്, വളരെ ഞെരുക്കത്തിലാണ്. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. മനസ്സിൽ ഒട്ടേറെ ദുഃഖങ്ങൾ, ഒട്ടേറെ ആകുലങ്ങൾ, മനപ്പീഡകൾ എനിക്ക് വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഈ ആശയം തന്നെയാണ് 102 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. 102 സങ്കീർത്തനത്തിൽ വായിക്കാം, 3 വാക്യം മുതൽ വായിക്കാം. എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഹൃദയം ഉണങ്ങിപ്പോയിരിക്കുന്നു. അല്പം പോലും ഒരു ആർദ്രതയില്ല. എൻ്റെ ഹൃദയം ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. നിരന്തരം ശരീരത്തിൽ വേദന അനുഭവിക്കുന്നു, അസ്ഥിക്കുള്ളിൽ വേദന അനുഭവിക്കുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മൂങ്ങയെപ്പോലെ, ശൂന്യസ്ഥലത്തിൽ കരയുന്ന മൂങ്ങയെപ്പോലെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഞാൻ ഏകാഗിയായിരിക്കുന്നു. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ ഉറക്കം വരുന്നില്ല. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. വീട്ടിൻമുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകി പോലെയാകുന്നു. എല്ലാം ഏകാന്തതയെക്കുറിച്ചാണ് പറയുന്നത്. ഏകാന്തത. ഞാൻ ആരും ഇല്ലാത്തവനാണെന്നുള്ള ചിന്ത, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത, എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത, എനിക്കൊരു കൈത്താങ്ങൽ തരാൻ എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത, ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നുള്ള ചിന്ത, ഞാൻ ഏകാഗിയായിരിക്കുന്നു. മനോവിഷാദം വർദ്ധിച്ച് വന്നിരിക്കുന്നു. മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ ഏകാന്തതയിൽ ഞാൻ തനിയേ ഇരുന്ന് വിതുമ്പുകയും ഏങ്ങലടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ദുഃഖത്തിൻ്റെ, ഏകാന്തതയുടെ ദുഃഖത്തിൻ്റെ ആ അതിതീവ്രമായ അനുഭവത്തിൽ ഒരു ദൈവദാസൻ ഇരിക്കുന്ന അനുഭവമാണ് നാം ഈ 2 സങ്കീർത്തനത്തിൽ നിന്ന് കണ്ടത്. ദാവീദിൻ്റെ അനുഭവമാണത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഏകാന്തത പല വിധത്തിലുണ്ട്. ധാരാളം ആളുകളുള്ള സ്ഥലത്ത് ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാവരുമുണ്ട്. പണമുണ്ട്, വരുമാനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല സൗകര്യമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തന്നെത്താൻ ചിന്തിക്കുമ്പോൾ ഏകാന്തത, ഏതോ ഒന്നിൻ്റെ ഒരു ശൂന്യത, ഏതോ ഒന്നിൻ്റെ ഒരു പോരായ്മ, എവിടെയോ ഒരു ആധി, എന്തോ ഒരു വിഷമത, എന്തോ ഒന്ന് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഏകാന്തത. എല്ലാം ഉണ്ട്, പണമൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എന്നാൽ എന്തുണ്ടെങ്കിലും മനസ്സിന് സ്വസ്ഥത കിട്ടുന്നില്ല, മനസ്സിന് സംതൃപ്തി കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അനേകം ആളുകൾ ഇങ്ങനെയാണ്. ഏകാന്തത. ധാരാളം ആളുകൾ ഉള്ളിടത്തുള്ളതായ ഏകാന്തതയുണ്ട്. ആളുകളുള്ളയിടത്ത് 38 കൊല്ലം തലവാദം ബാധിച്ച് കിടന്ന മനുഷ്യൻ വേദസാ കുളക്കരയിൽ രോഗിയായി കിടക്കുന്നു. 38 കൊല്ലോടെ കിടന്നു. ഒട്ടേറെ ആളുകളോട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവന് തോന്നുകയാണ്, എനിക്ക് ആരുമില്ല. അവൻ കർത്താവിനോട് പറയുകയാണ്, എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷേ നിങ്ങളും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ തനതായ പ്രശ്നം ഒന്ന് തിരിച്ചറിയാൻ ആരുമില്ലല്ലോ, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ലല്ലോ. അനേകർ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇവിടെ ഈ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളും ചിലർ ഒരുപക്ഷേ ഏകാന്തതയുടെ അസഹ്യതയിൽ മനംനൊന്ത് കേണുകൊണ്ടിരിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പാപം ജീവിതത്തിലുള്ളത് മൂലം ഏകാന്തത അനുഭവിക്കുന്ന യൂദായുടെ കാര്യം നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പാപം മൂലം യൂദായ്ക്ക് പാപം വന്നു. ധാരാളം ആളുകളുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട് അവനെ സഹായിക്കാൻ. അവൻ യേശു തമ്പുരാനെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് അവന് 30 വെള്ളിക്കാശ് കൊടുത്തു. അതുമാത്രമല്ല, ആ മഹാപുരോഹിതന്മാരും പരീശന്മാരും സദൂക്യരും വലിയ പള്ളി പ്രമാണിമാരും എല്ലാം ഉള്ളിടത്ത് ആ കൂട്ടത്തിൽ അവന് തോന്നുകയാണ്, അയ്യോ എനിക്ക് ഏകാന്തത, എനിക്ക് ആരുമില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാഴ്ത്തി കിട്ടിയ അപ്പം വാങ്ങി അവൻ പുറത്തിറങ്ങി രാത്രിയിൽ ഏകാന്തതയിലേക്ക് മാറുകയാണ്. അവൻ ഏകാന്തതയിലേക്ക്,
കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയവൻ, പക്ഷേ അവൻ ഏകാന്തതയിലേക്ക് മാറി. ആ രാത്രി അവൻ ഒറ്റയ്ക്ക് മാറിപ്പോവുകയാണ്. അവൻ്റെ ഹൃദയത്തിൽ കർത്താവിനെ ഒറ്റക്കെടുക്കുവാനുള്ള തീരുമാനത്തോടുകൂടിയാണ് അവൻ പോകുന്നത്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ട്, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോകുമ്പോഴാണ് അവൻ ഏകാന്തത അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ പാപത്തിൻ്റെ ഏകാന്തത, മരണത്തിൻ്റെ ഏകാന്തതയുണ്ട്. ലാസറിൻ്റെ ഭവനം, ലാസർ മരിച്ചുപോയി. സഹോദരിമാർ 2 പേരുണ്ട്. 2 സഹോദരിമാരും അവർ ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുകയാണ്, മാർത്തയും മറിയയും. ഒരേ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അപ്പൻ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൻ കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയായ ശീമോൻ മരിച്ചുപോയി. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം വായിക്കുമ്പോൾ കാണാം, കുഷ്ഠരോഗിയായ ശീമോൻ മരിച്ചുപോയി. പിന്നീട് കുഷ്ഠരോഗിയായ ശീമോൻ്റെ മക്കൾ 3 പേരാണുള്ളത്, മാർത്തയും മറിയയും ലാസറും. നല്ല ഓജസ്സുറ്റൊരു ചെറുപ്പക്കാരൻ. അവർക്ക് 3 പേർക്കും രോഗമൊന്നുമില്ല, കുഷ്ഠരോഗമൊന്നും അവർക്കില്ല. അവരുടെ വീട് അനുഗ്രഹത്തിൻ്റെ വീട് തന്നെയായി. യേശു തമ്പുരാൻ ആ വീട്ടിലേക്ക് വന്നു. യേശു ക്രിസ്തു ആ വീട്ടിൽ വന്നപ്പോൾ ആ വീടിൻ്റെ പ്രയാസങ്ങൾ മാറി, ദുഃഖം മാറി, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ മാറി. ആളുകൾ തിരിഞ്ഞു നോക്കാത്ത വീടായിരുന്നു കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീടെന്നാണ് ആ വീടിൻ്റെ അഡ്രസ്സ് തന്നെ, കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്. അപ്പം മരിച്ചുപോയി, പക്ഷേ ആ വീടിൻ്റെ പേരിൽ അത് തന്നെ നിലനിൽക്കുകയാണ്. ആർക്കും ഒരു സ്നേഹമോ സൗമനസ്യമോ തോന്നാത്തൊരു വീട്, കരുണ തോന്നാത്ത വീട്. ആരും കയറി വരില്ല. ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ ആര് കയറി ചെല്ലാനാണ്? അങ്ങ് ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ വീട്ടിലേക്കാണ് യേശു ചെന്നത്. യേശു ആ വീട്ടിൽ ചെന്നു, അതോടുകൂടി ഭാവം മാറി. ആളുകൾ കൂട്ടം കൂടി വരാറായി. അനേകം ആളുകൾ വന്നു, രോഗികൾ വന്നു, അവശരായിട്ടുള്ള ആളുകൾ വന്നു, പലതരത്തിലുള്ളതായി പീഡ അനുഭവിക്കുന്ന ആളുകൾ വന്നു. ഈ ആളുകൾ ഓരോരുത്തരും വരുന്നത് അവരുടെ രോഗം മാറാനാണ്. വന്നവർ സന്തോഷത്തോടെ തുടങ്ങി പോവുകയും ചെയ്തു. രോഗം മാറി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം അവർ കേട്ടപ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിച്ചു, സന്തോഷമായി. ആരും തിരിഞ്ഞു നോക്കാത്ത വീട്ടിൽ ഇപ്പോൾ ആളുകൾ, നിറയെ ആളുകളുണ്ടായി. പക്ഷേ പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. ലാസർ മരിച്ചുപോയി. ആ യൗവനക്കാരൻ മരിച്ചുപോയി. അവനെ കല്ലറയിൽ വെച്ചു. 4 ദിവസമായി. അപ്പോഴാണ് യേശു വരുന്നത്. യേശു അവനെ വിളിച്ചു, ലാസറെ പുറത്തു വരികയെന്ന് വിളിച്ചു. കല്ലറയിൽ നിന്ന് അവൻ മരിച്ച ലാസർ ജീവനോടെ പുറത്തു വന്നു. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്. നമുക്ക് ഇന്നും ഇതൊക്കെ നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അനേകരുടെ രോഗം മാറുന്നു. അനേകർക്ക് കർത്താവ് ആയുസ് നീട്ടിക്കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് കർത്താവ് ആരോഗ്യം കൊടുക്കുന്നു. കർത്താവ് അനേകർക്ക് മനസ്സുഖം കൊടുക്കുന്നു. ഒരേ ഒരു കാര്യം മാത്രം മതി ഏകാന്തത മാറാൻ, ക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ മതി. നമ്മുടെ ഈ ഹൃദയത്തിനുള്ളിലേക്ക് യേശു തമ്പുരാൻ വന്നാൽ നമ്മുടെ ഏകാന്തത മാറും, നമ്മുടെ ദുഃഖം മാറും. ക്രിസ്തു ഹൃദയത്തിൽ വരിക. ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുന്നൊരു വാക്കാണിത്, ക്രിസ്തു ഹൃദയത്തിൽ വരിക. ഇത് കൂടെ കേട്ടാലും മതിയാവാത്തതായൊരു വാക്കാണ്. യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വരിക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുമോ? നിങ്ങൾക്ക് പല മനപ്പീഡകളുണ്ടായിരിക്കും, ശരിയാണ്. മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, അതും ശരിയാണ്. കുടുംബത്തിൽ ചില ക്ലേശങ്ങളുണ്ടായിരിക്കും, വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കീറാമുട്ടികൾ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വലയം ചെയ്യുന്നുണ്ടാകും, ശരിയായിരിക്കും. പക്ഷേ എന്നാലും യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയത്തക്കവണ്ണമുള്ളൊരു പ്രാഗൽഭ്യം, ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും, നിങ്ങൾ ഏത് ദേശക്കാരാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് വേണം നിങ്ങൾക്ക്. എന്താണത്? യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായാലും നിങ്ങളുടെ ജീവിതത്തിലെപ്പോഴും യേശു ക്രിസ്തു വേണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വേണം ക്രിസ്തു ഈ ഹൃദയത്തിലുണ്ട് എന്ന്. നിങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വേണം ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്ന്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വേണം ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്ന്. അതൊരു സജീവ യാഥാർത്ഥ്യമാണ്, അതൊരു മഹാഭാഗ്യവുമാണ്. ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കുക, യേശു കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്, ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഉറപ്പ്. അങ്ങനെയുള്ള അനേകം ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ചിലരും യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന ഭാഗ്യം അനുഭവിക്കുന്നതായിരിക്കും. അല്ല, ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നൊരു പക്ഷേ അനുഭവിക്കുന്നില്ലെങ്കിലും ആ ഒരു കാലത്ത് അനുഭവിച്ച ആ ആത്മാവിൻ്റെ മാധുര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ കാണും. ജീവിതത്തിൽ ക്രിസ്തു വന്നു എന്നുള്ള സന്തോഷാനുഭവം, നിങ്ങൾ ഈ അനുഭവം പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്നു എന്നുള്ള അനുഭവം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണമെന്ന്, ആ ഒരു അത്ഭുതകരമായ അനുഭവത്തിലേക്ക് നിങ്ങൾ വരണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഏകാന്തത,
അത് നമ്മുടെ ജീവിതത്തെ വിരസമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം ഊഷരമായിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു ആർദ്രതയും ഇല്ലാത്തൊരു ജീവിതമാണ്. മനസ്സെപ്പോഴും കല്ലിച്ചിരിക്കുന്നു, മനസ്സെപ്പോഴും കടുത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി മാറും. ഹൃദയത്തിൻ്റെ സ്ഥിതി മാറും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും, നിങ്ങളുടെ മക്കളുടെ സ്ഥിതി മാറും, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥിതി മാറും, ഭാര്യയുടെ സ്ഥിതി മാറും, ഭർത്താവിൻ്റെ സ്ഥിതി മാറും. എന്തായി പറഞ്ഞത്? ഒരാൾ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതിനായി, ഹൃദയത്തിൽ ക്രിസ്തുവിനെ വഹിക്കുന്നതിനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു ഉള്ളവനായി തീർന്നാൽ അവനോട് ബന്ധപ്പെട്ടവർക്കെല്ലാം ആ പ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കും. ലഭിക്കുന്നത് ഒരു അത്യുജ്വല തേജസ്സാണ്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു പ്രകാശിക്കും. സത്യമാണ്. നിങ്ങളുടെ നിരാശകൾ മാറും, നിങ്ങളുടെ ആകുലങ്ങൾ മാറും, നിങ്ങളുടെ അവലാധികൾ മാറും, നിങ്ങളിന്ന് ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മാറും, ഭാരങ്ങൾ മാറും, നിങ്ങൾക്കൊരു സമാധാനം കിട്ടും, വലിയൊരു ശാന്തത നിങ്ങൾ കൈവരും, വലിയൊരു ശാന്തത. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മുമ്പൊക്കെ വലിയ കോപമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കോപം വരികയില്ല. എന്തുകൊണ്ട്? ക്രിസ്തു ഈ ഹൃദയത്തിൽ വസിക്കുന്നു. ക്രിസ്തു ഓരോ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഇതൊരു മഹാഭാഗ്യമാണത്. ദൈവത്തിന് സ്തോത്രം. ഏകാന്തത. ഈ ഏകാന്തത നാം പിന്നീട് കാണുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ യോഹന്നാൻ ശ്ലീഹ ഏകാഗിയായിട്ടിരിക്കുകയായിരുന്നു. ഏകാഗിയായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിന് സ്തോത്രം. ഏകാഗിയായിട്ട് യോഹന്നാൻ ശ്ലീഹായെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. പത്മോസ് ദ്വീപിലെ ആരും വസിക്കാത്ത സ്ഥലത്ത്, ദ്വീപിൽ ചുറ്റും അലകടൽ, തിരമാലകളാൽ കോളിളക്കം പൂണ്ട ആ ഭീകരമായ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ഏകാഗിയായിട്ട് യോഹന്നാൻ ശ്ലീഹ ഇരിക്കുകയാണ്. ആരോരും കൂടെ ഇല്ല. വാർദ്ധക്യമായി ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനോ പിടിച്ച് നടത്താനോ ആരുമില്ല. വൃദ്ധനായ യോഹന്നാൻ ശ്ലീഹ അവിടെ കിടന്നുകൊണ്ട് യാതന അനുഭവിച്ച് ഇഞ്ചിഞ്ചായി മരിക്കണമെന്നാണ് അന്നത്തെ ഡൊമീഷ്യൻ കൈസർ തീരുമാനിച്ചത്. അന്നത്തെ സീസർ ചക്രവർത്തിമാരിൽ ഏറ്റവും ദുഷ്ടനായി അറിയപ്പെട്ടിരുന്ന ഡൊമീഷ്യൻ, ആ ചക്രവർത്തി തീരുമാനിച്ചത് യോഹന്നാൻ ശ്ലീഹ അവിടെ ഏകാഗിയായി കിടന്ന് നരകിച്ച് മരിക്കണമെന്ന്. കാരണം ചക്രവർത്തിക്ക് ഇത്തിരി വാശി ഒന്നുപോയി. വാശി മറ്റൊന്നുമല്ല, ചക്രവർത്തി ഒട്ടേറെ പേരെ കൊന്നു. പക്ഷേ യോഹന്നാൻ ശ്ലീഹായെ കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ല. എന്താണെന്നറിയാമോ? യോഹന്നാൻ ശ്ലീഹായെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടു. തിളച്ച എണ്ണയിലേക്ക്. പക്ഷെ ഒരു കേടും പറ്റുന്നില്ല. ഇതെന്തൊരു അത്ഭുതം! ഈ വയോവൃദ്ധനായ അപ്പോസ്തലനെ എണ്ണ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടു. അവിടെ കിടന്ന് പൊരിഞ്ഞ് ചാകണമെന്നാണ് വിചാരിച്ചത്. ഒരു കുഴപ്പവുമില്ല. ചക്രവർത്തിക്ക് അമർഷമായി, കൊല്ലാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഒറ്റയ്ക്ക് കിടന്ന് ഈ യാതന അനുഭവിച്ച് മരിക്കട്ടെ. ഇതാണ് ചക്രവർത്തിയുടെ വിധി തീർപ്പ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണിത് ഈ പീഡ അനുഭവിക്കേണ്ടി വന്നത്? യേശു ക്രിസ്തുവിൻ്റെ വചനം മൂലവും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യം മൂലവും ഞാൻ പത്മോസിൽ തള്ളപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നാം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അനേക അപ്പോസ്തലന്മാരുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹായെ കഴുത്ത് വെട്ടി കൊന്നു എന്ന് കേട്ടിട്ടുണ്ട്. വചനം അങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് ശ്ലീഹായെ കുതിരവണ്ടിയുടെ പിറകിൽ കെട്ടിയിട്ടിട്ട് വളരെ വേഗം കുതിരവണ്ടി ഓടിച്ചു. നിലത്ത് ഉരുണ്ട്, നിലത്ത് ഒരഞ്ഞൊരഞ്ഞ് ആ ശരീരം ഒന്നൊന്നായി കീറി അങ്ങനെ മരിച്ചു. ചിലരെ കുരിശിലേറ്റി, ചിലരെ ചാട്ടവാറുണ്ട് അടിച്ചടിച്ചടിച്ച് ദണ്ഡിപ്പിച്ച് കൊന്നു. വലിയ വലിയ പീഡകളാണ് അക്കാലത്തുണ്ടായത്, ഭയങ്കരമായ പീഡകൾ. അന്ന് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുകയില്ലായിരുന്നു. റോമൻ സർക്കാരിൻ്റെ ഭരണമാണ് എല്ലായിടത്തും. അന്ന് റോമൻ സർക്കാരാണ് അന്നത്തെ ആ സാമ്രാജ്യ അധിപതിയായി വാണുകൊണ്ടിരുന്നത്. റോമൻ സാമ്രാജ്യം വിശാലമായൊരു സാമ്രാജ്യമായിരുന്നു. ഇതിലൊരു തലസ്ഥാനമായി റോമിൽ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതായ ആ രാജഭരണം, ആ ചക്രവർത്തി ഭരണം ഏറ്റവും ദുസ്സഹമായിരുന്നു.
വിശ്വാസികളെ പീഡിപ്പിക്കുന്ന ഭരണമായിരുന്നു. നീറോ കൈസർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് നോക്കി രസിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? വിശ്വാസികളെ ശരീരം മുഴുവനും തുണി കൊണ്ട് ചുറ്റിയിട്ട് ആ തുണിയിൽ എണ്ണ ഒഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിൻ്റെ മുൻവശത്തുള്ള ഉദ്യാനത്തിൻ്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ അതിരുകളിൽ നിർത്തും. എന്നിട്ട് തീ കൊടുക്കും. മനുഷ്യൻ, ജീവനുള്ള മനുഷ്യൻ പച്ചനയിൽ നിന്ന് കത്തുകയാണ്. അദ്ദേഹം കണ്ട് രസിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. എന്തെല്ലാം പീഡകൾ സഹിച്ചാണ് ക്രൈസ്തവത വളർന്നു വന്നത്. ക്രൂശിൽ മരിച്ച, ക്രൂശിൽ ജീവൻ ത്യജിച്ച നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അനുയായികൾ ഒന്നല്ലെങ്കിൽ ഒന്ന് പീഡകൾ സഹിച്ചേ തീരൂ. ആരെങ്കിലും നിങ്ങളെ പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതുകൊണ്ട് കളിയാക്കിയെന്നവരും, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് പോകരുതെന്ന് ചിലർ വിലക്കിയെന്നവരും, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല നിങ്ങൾ പലതരത്തിൽ ഉപദ്രവിച്ചെന്നവരും സ്വാഭാവികമാണ്. നിങ്ങളെ പരിഹസിച്ചെന്നവരും, നിങ്ങൾ ഒരു തെറ്റില്ല ഇല്ലെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു എന്നവരും, അപവാദങ്ങൾ പറഞ്ഞ് വരുത്തിയെന്നവരും, ഇതെല്ലാം സ്വാഭാവികമാണ്. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നു. അപ്പോസ്തലനായ പത്മോസിലായപ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടും കർത്താവിൻ്റെ വചനം പ്രസ്താവിച്ചതുകൊണ്ടും അങ്ങനെ കഠിനമായ പീഡയ്ക്ക് വിധേയനായി ഏകാഗിയായി പത്മോസിൽ കിടന്നപ്പോൾ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, ഒരു കറുത്ത ദിവസം, അപ്പോസ്തലൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യമായല്ലോ, എഴുന്നേറ്റ് നടക്കാൻ തന്നെ കഴിയാതായല്ലോ, ആരെങ്കിലും കയ്യിൽ പിടിക്കാൻ ആരുമില്ല. അപ്പോസ്തലൻ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായ തിരമാലകളൊന്ന് ആഞ്ഞാഞ്ഞടിക്കുന്നു. അതിലെ പാറക്കെട്ടുകളിലേക്ക്, പത്മോസ് ദ്വീപിലുള്ള പാറക്കെട്ടുകളിലേക്ക് സമുദ്രത്തിലെ തിരമാലകൾ വന്ന് ആഞ്ഞടിച്ച് തിമിർക്കുന്നു. വലിയ ശബ്ദം, ഭയങ്കരമായ ശബ്ദം. അത് നിലയ്ക്കുന്നില്ല. ഒന്നു മാറി തിരമാലകൾ വരികയാണ്. അപ്പോസ്തലൻ തിരമാലകളിലേക്ക് നോക്കി. പയ്യൊരു ചെറിയ പുഞ്ചിരി വന്നു ചുണ്ടിൽ. എന്താണെന്നോ? പണ്ടൊരിക്കൽ ഞങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഞങ്ങൾ പടകിൽ കയറി പോകുമ്പോൾ പെട്ടെന്നാണ് ഗലീലക്കടലിൻ്റെ നടുവിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി. യോഹന്നാസിലേക്ക് ഓർമ്മയുണ്ട്, ഭയങ്കരമായ കൊടുങ്കാറ്റായിരുന്നു. ആ കൊടുങ്കാറ്റിൽ ഞങ്ങളുടെ പടക് ആടി ഉലഞ്ഞു, മുങ്ങിപ്പോകുന്ന ഉറപ്പായി. നടുക്കടലിൽ തീരുമല്ലോ എന്നോർത്തു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച്, അയ്യോ എന്തു വേണ്ടു ഞങ്ങൾ അറിയാതെ വിഷമിച്ചു. കർത്താവ് കൂടെ വിട്ട് ഇല്ലതാനും. കർത്താവ് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ ഒലിവലയിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ പോകുക, തടാകത്തിന് അക്കരെ പോകുക എന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത്. എന്തൊരു കഷ്ടം! ഓർക്കുകയാണ്, സംഭവങ്ങൾ ഓർക്കുകയാണ്, ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. എന്തൊരു കഷ്ടം! യോഹന്നാസ്ലീഹ ഓർക്കുകയാണ്, അന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സമാധാനം ഉണ്ടായാൽ ഈ കർത്താവ് കൂടെ ഇല്ലല്ലോ. അങ്ങനെ വിഷമിച്ച് അവർ ഭാരപ്പെട്ട് പടകിലേക്ക് തെറുത്തു വരുന്ന തിരമാലകളിൽ കൊണ്ടുവരുന്ന വെള്ളം കൈകൊണ്ട് തേയി കളഞ്ഞ്, പക്ഷെ അതിലേറെ വെള്ളം വന്ന് കയറി. അങ്ങനെ പടകെങ്ങനെ ആടി ഉലയുന്നൊരു ഇഞ്ച് മുന്നോട്ട് നീങ്ങുന്നില്ല. നടുക്കടലിലാണ് താനും. ഇനിയും 10 മൈൽ പിന്നെയും യാത്ര ചെയ്താലേ അക്കരെ എത്തുകയുള്ളൂ. 10 മൈലോളം യാത്ര ചെയ്ത് കഴിഞ്ഞു. ഗലീല കടലിൻ്റെ ആ ഭാഗത്തിന് 20 മൈൽ വീതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാസ്ലീഹ ഓർക്കുകയാണ്, അന്ന് എന്തൊരത്ഭുതം! രാത്രിയുടെ ആ ഇരുളിൻ്റെ നിഴൽപ്പാടിൽ ഒരാൾ നടന്നു വരുന്ന പോലെ തോന്നി. ഏതിൽ? വെള്ളത്തിൻ്റെ മീതെ. ആരായിരിക്കും വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്നത്? ഭൂതമാണോ എന്നൊക്കെ സംശയിച്ചു. ഭൂതമായിരിക്കുമോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. യേശു വെള്ളത്തിന്മീതെ നടന്നു വരുന്നു. ഈ 10 മൈൽ യേശു ക്രിസ്തു വെള്ളത്തിന്മീതെ നടന്നു വരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലയുന്നത് കണ്ടിട്ട് കർത്താവിൻ്റെ ഉള്ളം സഹതാപാർദ്രമായി. കർത്താവ് സ്നേഹം കൊണ്ട് നിറഞ്ഞ് അവരെ തേടി വരികയാണ്. അവരെ ആശ്വാസം കൊടുക്കാൻ കർത്താവ് വരികയാണ്. കർത്താവ് വന്ന് പടകിൽ കയറി. കർത്താവ് ഇരുകര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, കാറ്റേ അടങ്ങുക, തിരമാലകൾ അടങ്ങട്ടെ, കൊടുങ്കാറ്റടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന്, എത്ര പെട്ടെന്നാണ് കൊടുങ്കാറ്റ് അടങ്ങിയത്! ഇപ്പോൾ യോഹന്നാസ്ലീഹയ്ക്ക് ഓർക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്നു, പുളകം കൊള്ളുന്നു. എന്തൊരത്ഭുതം! അന്ന് വന്ന ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നിരുന്നെങ്കിൽ, മനസ്സ് നീറിപ്പോഞ്ഞിരിക്കുന്ന എൻ്റെ അടുക്കിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ, തീരെ ശരീരബലമില്ലാതെ ആരോഗ്യം ക്ഷയിച്ച് വാർദ്ധക്യമായി ജരാനരകൾ ബാധിച്ചിരിക്കുന്ന എൻ്റെ അരികിലേക്ക് യേശു ഇപ്പോഴൊന്ന് വന്നിരുന്നെങ്കിൽ. ആശയോടെ നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കർത്താവേ, നീ ഇപ്പോഴൊന്ന് വരണമേ. അപ്പോൾ ആ സംഭവങ്ങൾ ഓർത്തപ്പോൾ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടുന്ന പോലെ കുളിർമ കിട്ടി. ഒരു കുളിർമ.
ഏതോ ഒരു സമാധാനം യേശു വന്നിരുന്നെങ്കിൽ എന്ന് ഓർത്തപ്പോഴേക്കും ഒരു സമാധാനം വരികയാണ്. യേശു വന്നിരുന്നെങ്കിൽ എന്ന് ഓർത്തപ്പോഴേക്കും ഒരു സ്വസ്ഥത കിട്ടുകയാണ്, ഒരു ശാന്തി കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് പെട്ടെന്ന് അറിയാതെ അങ്ങ് മുകളിലേക്ക് നോക്കിയത്. മുകളിലേക്ക് നോക്കിയപ്പോൾ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. കഴുകന്മാർ ഇങ്ങനെ അവിടെ നാടെടുത്തപ്പെട്ട് പോയവർ അവിടെ അവർ മരിച്ചാൽ ചലിക്കാൻ കഴിവില്ലാതെ, നടന്നു പോകാൻ കഴിവില്ലാതെ അവിടെ വീണ് കിടന്നാൽ അവരുടെ മാംസം കൊത്തി കീറാനായിട്ട് ഇതിനു മുമ്പ് അങ്ങനെ കൊത്തി കീറിയിട്ടുണ്ട്. ഈ മനുഷ്യനൊന്ന് ചത്ത് കിട്ടാൻ വേണ്ടി അങ്ങനെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. എൻ്റെ മാംസം ഈ കഴുകന്മാർ കൊത്തി തിന്നും. കർത്താവേ, നീ ഒന്ന് എന്നെ തൊട്ടിരുന്നെങ്കിൽ എനിക്കത് ആശ്വാസമാകുമായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനസ്സ് നീറിക്കൊണ്ട് ഉള്ളു പുകഞ്ഞുകൊണ്ട് ഏകാഗിയായി അപ്പോസ്തലൻ അവിടെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ആ ഏകാന്തതയിൽ ഒരു സംഭവം ഉണ്ടായി. നമുക്ക് വായിക്കാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിൽ ഒരു വിവശത വന്നു. ഏതോ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെ മേൽ പകർന്നു. പരിശുദ്ധാത്മാവിൻ്റെ കുളിർമ എൻ്റെ മേൽ പകർന്നു. പരിശുദ്ധാത്മാവിന് സാന്നിധ്യം എനിക്ക് കിട്ടി. എന്തൊരു സന്തോഷം. ഞാൻ ആത്മവിവശനായി. ആത്മാവിൽ വിവശതയുണ്ടായി. ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശം എനിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളെത്ര കൊടിയ പേടി അനുഭവിക്കുമ്പോഴും, നിങ്ങൾ രോഗം വർദ്ധിച്ച് നിങ്ങൾ ക്ഷീണിതരായി തീരുമ്പോഴും, നിങ്ങൾ മരിക്കാറായി കിടക്കുന്നുവെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും തോന്നുമ്പോഴും, അപ്പോഴെല്ലാം നിങ്ങൾ എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ മതി. എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ യേശു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ഒരുപക്ഷേ മാരകമായ രോഗമാണ്. ഡോക്ടേഴ്സ് പറയുന്നു ഇനി ആശയ്ക്ക് വകയില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തീരാൻ പോവുകയാണെന്ന് മനസ്സിലായി. അല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി ശരി, മനസ്സിലായില്ലെങ്കിൽ ശരി, ആ സമയത്ത് നിങ്ങൾ എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ, എൻ്റെ യേശുവേ, എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, നീ എന്നെ സഹായിച്ച എത്രയോ സംഭവങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. നീ എൻ്റെ രോഗം ശമിപ്പിച്ചത്, എനിക്ക് സൗഖ്യം തന്നത്, എൻ്റെ വേദന മാറ്റിയത്, എൻ്റെ ഭാരങ്ങൾ അകറ്റിയത്, എൻ്റെ ആകുലങ്ങൾ മാറ്റിയത്, എനിക്ക് സമാധാനത്തിൻ്റെ വഴികൾ തെളിച്ചു തന്നത്. എൻ്റെ കർത്താവേ, ഏതെല്ലാം നല്ല നല്ല ഓർമ്മകളാണ് എനിക്കുള്ളത്. യേശുവേ, ഇപ്പോൾ നീ എൻ്റെ ഈ രോഗക്കെടുക്കുന്ന അരിയിലേക്ക് ഒന്ന് വരണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന ഈ കിടക്കയുടെ അരിയിലേക്ക് നാഥ നീ ഒന്ന് വരണമേ എന്ന് നിങ്ങൾ ഒന്ന് നിലവിളിക്കുമ്പോൾ, അപ്പോൾ യേശുക്രിസ്തു ശരീരത്ത് വന്നത് നിങ്ങൾ അനുഭവിക്കാം. അതാണ് ആത്മവിവശത. ആത്മാവിൻ്റെ വിവശതയുണ്ടായി. യേശുക്രിസ്തു അരികിൽ വരുന്നത് അനുഭവിക്കാനിടയായി. ആത്മവിവശതയിലെ ഒരു ശബ്ദം കേട്ടു. ആദ്യം കേൾക്കുന്ന ഒരു വചനമാണ്. വചനം കേട്ടു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ എഴുതിയൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. സ്തോത്രം. ഞാൻ എന്നേക്കുമുള്ള ചില കാര്യങ്ങൾ നിന്നെ അറിയിക്കാൻ പോവുകയാണ്. ഭാവികാല സംഭവങ്ങൾ നിന്നെ അറിയിക്കാൻ പോവുകയാണ്. നിനക്ക് ഞാൻ പല വലിയ വെളിപ്പാടുകൾ തരാൻ പോവുകയാണ്. നീ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് വലിയൊരു ശുശ്രൂഷ ഇനിയും നിനക്ക് ചെയ്യാനുണ്ട്. ഈ ഭൂമിയിൽ നീ മാറ്റപ്പെടുന്നതിന് മുമ്പ് ഇനിയും നിന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ചില പരിപാടികളുണ്ട്, ചില നിയതമായ പദ്ധതികളുണ്ട്, വ്യക്തമായ ചില പ്രോഗ്രാമുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇന്നത് ചെയ്യണമെന്ന് കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സജ്ജമായാൽ മതി, നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി. കർത്താവേ, എനിക്ക് സമ്മതമാണ്. യേശുവേ, നീ എൻ്റെ അരികത്ത് വന്ന് എന്നോട് നീ തിരുവചനം കൽപ്പിച്ചാൽ കേൾക്കാൻ പോരാ, സ്വീകരിക്കാൻ പോരാ, അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്കങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? കർത്താവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കിയാൽ അഭിമാനകരമായി ഒന്നും പറയാനില്ല. എൻ്റെ കർത്താവേ, പാപത്തിൻ്റെ ഒരു കൂമ്പാരം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നന്മയുടെ കണിക പോലുമില്ല. അനേകം തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കരുണയുള്ള കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു. എന്നാൽ അതെല്ലാം മറന്ന്, അതെല്ലാം മറച്ച് ഇപ്പോൾ നാഥ നീ എൻ്റെ അരികിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരും. യേശു ക്രിസ്തുവിൻ്റെ അരികത്ത് വന്ന് അവൻ്റെ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പറ്റും. അവൻ്റെ ശബ്ദം കേൾക്കും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് സംസാരിക്കുന്ന യേശുവിൻ്റെ സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേൾക്കുന്നൊരു ഭാഗ്യമാണ്. നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ഊഹാപോഹമല്ല ഈ പറയുന്നത്. നിങ്ങൾ കേൾക്കണം യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ, യേശുവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കണം. മനുഷ്യഹൃദയത്തെ ഉണർത്തുന്ന സ്വരമാണത്. മനുഷ്യജീവിതത്തെ ശക്തീകരിക്കുന്ന സ്വരമാണത്. ബലഹീനരെ ബലപ്പെടുത്തുന്നതായ സ്വരമാണത്. രോഗികളെ സൗഖ്യമാക്കുന്ന സ്വരമാണത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്ഷീണിച്ചു പോയവർക്ക് ബലം കൽപ്പിക്കുന്ന ശബ്ദമാണത്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികത്ത് വന്ന് നിങ്ങൾ തലോടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ ദൂരെ ഇരിക്കുകയാണ്,
എന്നാൽ നിങ്ങളുടെ തൊട്ടരികത്ത് യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിൻ്റെ ശബ്ദം എവിടെയെല്ലാം കേൾക്കുന്നുണ്ടോ, അവിടെ ആരെല്ലാം ഇരിക്കുന്നുണ്ടോ, അവരുടെ അരികിലേക്ക് യേശു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ യേശുവിനോട് പറയണം, കർത്താവേ എന്നെ തൊട്ടിട്ടേ പോകാവൂ. ഞാനിവിടെ ഒരു അവശനായ ഒരാളിരിപ്പുണ്ട്, ഞാൻ അഗതിയായ ഒരാളോട് ഇരിപ്പുണ്ട്, അനാഥനായ ഒരാളോട് ഇരിപ്പുണ്ട്, ആവശ്യക്കാരനായ ഒരാളിരിപ്പുണ്ട്. കർത്താവ് എന്നും ദുഃഖം മാത്രം കരച്ചിൽ മാത്രമുള്ളൊരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ യേശുവേ, എന്നും അവലാധി മാത്രം, എന്നും ദുരിതം മാത്രമായ ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ട്. കർത്താവെ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ മനസ്സ് ഉഴന്ന് വലഞ്ഞു വിഷമിക്കുന്നൊരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്. ശരീരം രോഗഗ്രസ്തമായി എൻ്റെ കർത്താവെ ഭാരപ്പെട്ട് ഞരക്കുന്നൊരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവെ, ഞാനൊരാളിവിടെ ഇരിപ്പുണ്ട്, ഞാനൊരു അത്യാവശ്യക്കാരനായിട്ടിരിക്കുന്നുണ്ട്. നാഥ, നീ നടന്നു പോകുമ്പോൾ ഈ ഉള്ളവനെ ഒന്ന് കണ്ടിട്ട് പോകണമേ. ഹല്ലേലൂയ. ഈ പാവപ്പെട്ടവൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് വെച്ചിട്ട് പോകണമേ. ഈ പാവപ്പെട്ടവരുടെ മേൽ നിൻ്റെ കരമൊന്ന് വെച്ചിട്ട് പോകണമേ. യേശുവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ലോകത്ത് എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഒന്ന് മാത്രം മതി. എൻ്റെ യേശുവിനെ തൊട്ടാൽ മതി. ഹല്ലേലൂയ. യേശുവിൻ്റെ കരവിൻ്റെ മേൽ വന്നാൽ മതി. ഹല്ലേലൂയ. യേശുവിന് തൃക്കരവിനെ തൊട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. യേശുവിന് തൃക്കരം തൊടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിന് തൃക്കരം നിങ്ങൾ തൊടുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ യേശു ഇതാ നിങ്ങളുടെ അരികത്തുകൂടെ മന്ദം നടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ആ കാലൊച്ച നിങ്ങൾക്ക് കേൾക്കാം. ഹല്ലേലൂയ. പാദം വച്ച് അവിടെ നടന്നു പോകുമ്പോൾ ആ കാലൊച്ച നിങ്ങൾ കേൾക്കാം. ആ കാലൊച്ച കേട്ടുകൊണ്ട് നിങ്ങൾ കാതോർക്കുക. യേശുവിന് ചിലത് എന്നോട് പറയാനുണ്ട്. ഹല്ലേലൂയ. ചിലത് നിങ്ങളെ അറിയിക്കാനുണ്ട്. സ്വർഗത്തിൻ്റെ ഭാഷ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. സ്വർഗത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് തരാനുണ്ട്. സ്വർഗീയമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. സ്വർഗീയമായ ശോഭനമായ ഭാവി നിങ്ങൾക്ക് തരാനുണ്ട്. സ്വർഗ സന്തോഷത്തിൻ്റെ ആനന്ദൈശ്വര്യങ്ങളിലേക്ക് നിങ്ങളെ കർത്താവ് നയിക്കാനുണ്ട്. വിശ്വസിക്കൂ, യേശു അരികത്ത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തുതിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാം സ്വർഗീയ നിരൂപണങ്ങളാകിയ സ്തോത്രം. കർത്താവെ, ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ ഉണർവിൻ്റെ സമൂഹം എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സഭാഭേദം കൂടാതെ യേശുക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കുടുംബസമാധാനം നൽകണമേ, ബന്ധങ്ങൾ അഴിക്കണമേ, ഭൂതബാധകൾ മാറ്റണമേ, രോഗസൗഖ്യം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ ഓരോ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.